എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സെലറി കൊണ്ടുള്ള 2 വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസുകളാണ്. സെലറിയിൽ വൈറ്റമിൻ ഇ, സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ്. ഇന്ന് നമുക്ക് ഈ ജ്യൂസുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്തുള്ള ജ്യൂസ് തയ്യാറാക്കാം. കുറച്ച് സെലറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ലെമൺ, ഹണി, ഇഞ്ചി എന്നിവയാണ്. ക്യാരറ്റും ബീറ്റ്റൂട്ടും നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീറ്റ്റൂട്ടും കട്ട് ചെയ്ത് ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. സെലറി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. അടുത്തത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്ത ജ്യൂസ് തയ്യാറാക്കാൻ സെലറി കുറച്ച് വേണം. ഇനി നമുക്ക് വേണ്ടത് ഹണി, ഇഞ്ചി, ചെറുനാരങ്ങ, കുക്കുംബർ, പുതിനയില എന്നിവയാണ്. കുക്കുംബർ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ കഷ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പുതിനയില ഇട്ട് കൊടുത്തു. ഹണി ചേർത്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. സെലറി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 വ്യത്യസ്ത തരത്തിലുള്ള സെലറി കൊണ്ടുള്ള ജ്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.